ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം, സുഖമല്ലേ? നമുക്കിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകണം കേട്ടോ. ഇന്ന് ഒരു പാളിപ്പോയ പിസ്സയാണ് ഗൈസ്. എല്ലാം നിങ്ങൾ നല്ല അടിപൊളി സ്നാക്സുകളല്ലേ നിങ്ങൾ കാണുക. നിഷിൻ്റെ പാളിപ്പോയ പിസ്സ ഒന്ന് കണ്ടു നോക്കിയല്ലോ, നമുക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നല്ലേ. സംഭവമൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പക്ഷേ മിസ്റ്റേക്ക് പറ്റിപ്പോയി ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതായത് ഇതിനൊക്കെ നല്ല മോഡുലാർ കിച്ചൺ, അടിപൊളി പാത്രങ്ങൾ, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നിഷിൻ്റെ കിച്ചണിലും അടിപൊളിയായിട്ട് പോകും. നോക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ ഞാൻ മുളക് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് അതൊക്കെ സെറ്റായിരുന്നു, അവിടെ ഒന്നും സംഭവിച്ചില്ല. നമ്മളതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി അതൊക്കെ എടുത്തു കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഞാൻ ബട്ടറല്ല, ഞാൻ ഓയിൽ, അതായത് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, നമുക്ക് സൺഫ്ലവറിൻ്റെ ഓയിലായാലും മതി കേട്ടോ. പിന്നെ ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മയോണൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മുട്ട ബാക്കി ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉള്ളത് പറയണല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു അരക്കപ്പ് പിന്നെ പാല്, കുറച്ച് പഞ്ചസാര, ഉപ്പ്, അതുപോലെ നമ്മളെ പാകത്തിനനുസരിച്ച് കുറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് വെൽ. പറയുന്നതൊക്കെ കേട്ട് അടിപൊളിയാണ് തോന്നുന്നു. അല്ല, സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പാളിപ്പോയി ഗൈസ്. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. നിങ്ങൾ നല്ല അടിപൊളി സ്നാക്സുകളല്ലേ കാണാൻ, ഒന്ന് വെറൈറ്റി ആയിട്ട് ഇത് കണ്ടു നോക്കൂ. നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഒരു 5-6 ബ്രെഡായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതൊന്നും കുഴപ്പമില്ല, അവിടെയൊക്കെ സെറ്റ് ആയിരുന്നു സംഭവം. അങ്ങനെ നമ്മൾ ബ്രെഡ് കുട്ടനൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ പാനിൽ തന്നെയാണ് കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തു. അതില്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അവിടെ ഒന്നും നമുക്ക് പാളിയില്ല ഗൈസ്. പാളിയത് ഞാൻ കാണിച്ചു തരാം, വെയിറ്റ് ഫോർ യു. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അതൊക്കെ എല്ലാ ഭാഗത്തൊക്കെ സെറ്റാക്കി ഒക്കെ ചെയ്തു. എൻ്റെ അടുത്ത് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ഓവനിൽ ചെയ്തെടുക്കണതല്ല നമ്മൾ പിസ്സ. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഞാൻ സ്ലോ തന്നെയായിരുന്നു തീയെ, പക്ഷേ അത്രയും പോരാ. അതിൻ്റെ താഴെ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും ചട്ടി വെക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റായിട്ട് മറിച്ചിടാൻ പോവുകയാണെ ഒരു ഭാഗം. അപ്പം തന്നെ എനിക്ക് ഏകദേശം കത്തിയിരുന്നു, അത് സെറ്റായിട്ടില്ല കണ്ടോ, കരിഞ്ഞു പോയി ഗൈസ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഞാൻ പൂർവാധികം ശക്തിയോടെ ഞാൻ രണ്ടാമതും ഉണ്ടാക്കി, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഞാൻ എന്നിട്ടും വിട്ടുകൊടുത്തൊന്നുമില്ല. ഞാൻ ആ ചിക്കനും സംഭവങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, അത് പറയണം, എടുത്ത് പറയണേ. നമുക്ക് നോമ്പൊക്കെ തുറക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആയിരുന്നു. ക്യാപ്സിക്കം ഇട്ടു, തക്കാളിയാണ് കേട്ടോ അത്. അതൊക്കെ നല്ല ടേസ്റ്റ്. തക്കാളി എനിക്ക് ഒന്നും കൂടി ടേസ്റ്റായി തോന്നിയത് കേട്ടോ അതിക്ക്. പിന്നെ നമ്മൾ മൊസറല്ല ചീസ് അത് വാങ്ങാൻ കിട്ടും. ഒരു 100 സംതിങ് ആണ് അതിൻ്റെ വില, 140 എന്തോ ആണ് അതിൻ്റെ. ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ചുവന്ന മുളകിൻ്റെ ഇതുണ്ടല്ലോ, പൊടിച്ചത്, അത് ഇടാം കേട്ടോ. അതേ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അത് ഇടാം കേട്ടോ. പിന്നെ ഒഗയാന കിട്ടും, അതും ഇടാം കേട്ടോ. കണ്ടോ ചീസ്? ഓർഗാനോ ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റാണ്. അതൊരു 10 രൂപക്ക് ചെറിയൊരു പാക്ക് വാങ്ങാൻ കിട്ടും. അതും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുള്ളൂ. അതൊരു 3-4 പ്രാവശ്യം അതും ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണേ. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി ഞാൻ ഒക്കെ മൂടി വെച്ച് ഒരു 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 10 മിനിറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഓർഗാനോ കേട്ടോ. ഇതൊക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു പാളി പോയതുകൊണ്ട് വലിയൊരു ആശങ്കയോട് കൂടിയാണ് ഞാൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. മുറിച്ച് നോക്കിയപ്പോഴാണ് മക്കളെ മുറിഞ്ഞ് കിട്ടണ്ടേ. പക്ഷെ കഴിക്കാൻ പറ്റിയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നേ. ഒരു
ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ആൾ സെറ്റായി കിട്ടും നമുക്ക്. അപ്പോൾ നിഷിക്ക് പാളിപ്പോയ മരക്ക് ആർക്കും പാളി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ആളെ മുറിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അതൊന്നും അതിൻ്റെ കൂടെ സെറ്റായി കിട്ടണില്ല. മനസ്സിലായോ? കണ്ടോ, അതായത് നമ്മളെ മസാലകളൊന്നും അതിൻ്റെ ബ്രെഡിൻ്റെ കൂടെ ക്ലോട്ടിൽ പിടിക്കണില്ല. അതാണത് അത്രയും അവിടെ നല്ല ഹാർഡായി വന്നാലുള്ള പ്രശ്നം. വിട്ട് കൊടുത്തില്ല ഞാൻ, രണ്ടാമതും ഉണ്ടാക്കി. സംഭവം സെറ്റായി കിട്ടിട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇത് പാളിപ്പോയിട്ടില്ല. അതാണ് ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. പക്ഷെ നിഷി തോറ്റു കൊടുത്തില്ല. സംഭവം സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. ഓക്കെ, ബൈ. ഫുള്ള് കാണണേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പാനിലെ ചോട്ടിൽ നമുക്ക് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെക്കുക. അതല്ലെങ്കിൽ ഞാൻ അതൊരു പത്തിരിൻ്റെ കല്ലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിപൊളി നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.